കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രണ്ടാമതായി മരുന്ന് കൊടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ അളവിലും ഡോക്ടർ പറഞ്ഞ കാലത്തേക്കും മാത്രം കൊടുക്കുക. അതിനുശേഷവും കുഞ്ഞിന് രോഗലക്ഷണങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാതെ ഡോക്ടറെ കണ്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം മരുന്ന് തുടരുക. മൂന്നാമതായി, ഒരിക്കൽ വന്നുപോയ രോഗലക്ഷണങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം കുഞ്ഞ് വീണ്ടും കാണിക്കുമ്പോൾ പഴയ മരുന്നിന്റെ തന്നെ ബാക്കി കൊടുത്തേക്കാം എന്ന് വിചാരിക്കരുത്. ആ സമയത്ത് വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ മരുന്ന് കൊടുക്കുക. കാരണം രോഗലക്ഷണങ്ങൾ ഒന്നാണെങ്കിലും രോഗത്തിന്റെ കാരണം വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് ചികിത്സയും വ്യത്യാസപ്പെടേണ്ടതുണ്ട്. മൂന്നാമതായി, ഒരേ രോഗലക്ഷണങ്ങളാണെന്ന് കരുതി മുതിർന്നവർക്കോ മറ്റു കുഞ്ഞുങ്ങൾക്കോ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് വേറൊരു കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. മരുന്നുകൾ എപ്പോഴും കുഞ്ഞിന്റെ രോഗാവസ്ഥ, രോഗത്തിനുള്ള കാരണം, അവരുടെ തൂക്കം, അവരുടെ പ്രായം തുടങ്ങിയവ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് തീരെ ഇല്ല എന്നും അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇഷ്ടാനുസരണം കഴിക്കാമെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. മരുന്നുകൾ ആയുർവേദമായാലും മറ്റേത് സിസ്റ്റത്തിൻ്റെതായാലും ഡോക്ടർ പറഞ്ഞ അളവിൽ പറഞ്ഞ കാലത്തേക്ക് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് തീർത്തും ഒഴിവാക്കുക. പനി, ചുമ തുടങ്ങിയവയൊക്കെ രോഗലക്ഷണങ്ങളാണ്. ഇവയുടെ ചികിത്സ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമായ രോഗത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇവയ്ക്കൊക്കെയും ആയുർവേദത്തിൽ താരതമ്യേന വളരെ സേഫർ ആയിട്ടുള്ള ചികിത്സ ലഭ്യമാണ്.